Meet Ranjini Haridas and Suniloji. വിവാദ ചർച്ചകൾക്കിടയിൽ നിൽക്കുന്ന സുനിലോജിക്ക് രഞ്ജിനി ഹരിദാസ് നൽകുന്ന പിന്തുണയുടെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഉണ്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാണ്ടി പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അവിടെ പണമുള്ള വിദേശത്ത് നിന്ന് വന്ന ആൾക്കാര് അവിടുന്ന് പെണ്ണുങ്ങൾ ഇറക്കുക. ഞാൻ 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഐ എം ഗ്രോയിങ് അപ്പ്. ഓക്കെ, സോ വളർന്നു വരുന്ന സമയത്ത് ഇപ്പൊ രഞ്ജിനി ഹരിദാസ് ആണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഇനി മലയാളികൾക്ക് രഞ്ജിനി ഹരിദാസ് ആരാണ് എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. കേരളത്തിൽ മംഗ്ലീഷ് ഹിറ്റാക്കിയ അവതാരികയാണ് ഈ പറഞ്ഞ രഞ്ജിനി ഹരിദാസ്. ആങ്കറിംഗിലൂടെ ജനപ്രീതി നേടിയെടുത്ത ഒരാളാണ് പുള്ളിക്കാരി അല്ലെ. ഐഡിയ സ്റ്റാർ സിംഗറിലെ പുള്ളിക്കാരുടെ ആങ്കറിംഗ് ആണ് പുള്ളിക്കാരി വേറെ ലെവലിലേക്ക് അറിയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇപ്പൊ പുള്ളിക്കാരി അധിക ഷോസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി പുള്ളിക്കാരുടെ ആ സ്പേസ് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് രഞ്ജിനി ഹരിദാസ് ഇവിടെ ഉണ്ടാക്കിയിട്ട ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. എനിവേ, ഞാനിവിടെ രഞ്ജിനി ഹരിദാസിനെ അടിക്കാൻ വേണ്ടിയല്ലോ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഈ പറയുന്ന രഞ്ജിനി ഹരിദാസിനെതിരെ ഇപ്പൊ വളരെ വലിയൊരു ആരോപണം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല, എന്റെ കാസറ്റിലെ ഹക്കീമാണ്. നമുക്ക് എന്തായാലും രഞ്ജിനി ഹരിദാസിനെതിരെ എന്റെ കാസറ്റിലെ ഹക്കീം ഉന്നയിച്ച ആരോപണം ഒന്ന് കണ്ടോക്കാം. മീറ്റ് രഞ്ജിനി ഹരിദാസ് ആൻഡ് സുനിലോജി. വിവാദ ചർച്ചകൾക്കിടയിൽ നിൽക്കുന്ന സുനിലോജിക്ക് രഞ്ജിനി ഹരിദാസ് നൽകുന്ന പിന്തുണയുടെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഉണ്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാണ്ടി പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. പാണ്ടികളെ പോലെ ഡ്രസ് ചെയ്ത് തന്നെ തമിഴന്മാരെ പോലെ ഡ്രസ് ചെയ്ത് VIP തന്നെ. എന്നിട്ട് ഇവര് മറ്റേ തറവാട്ടിൽ അല്ലെങ്കിൽ മൂന്നാർ അങ്ങനെ സ്ഥലങ്ങളിൽ വർഷത്തിൽ ഒരിക്കലാണ് വന്നത്. അവിടെ പണമുള്ള വിദേശത്ത് നിന്ന് വന്ന ആൾക്കാര് അവിടുന്ന് പെണ്ണുങ്ങളെ ഇറക്കുക. റഷ്യയിൽ നിന്ന് വരുന്നൊക്കെ പെണ്ണുങ്ങളെ ഇറക്കും. അത് ഇവർക്ക് കൊടുക്കും. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഈ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പച്ചയായിട്ട് പറഞ്ഞു തരും. അന്ന് പാണ്ടി പാർട്ടി എന്ന ലഹരി പാർട്ടി കണ്ടക്ട് ചെയ്ത മീഡിയാസ് പേര് പറയാത്ത ഒരു വ്യക്തിയാണ് സുനിലോജി. ഇപ്പോഴും സുനിലോജിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന രഞ്ജിനി ഹരിദാസിനെയാണ് അന്നത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന അവതാരിക. എത്ര വാർത്തകൾ വന്നു ഇയാൾക്കെതിരെ. കൊച്ചിയിൽ ലഹരി ആഘോഷം ഒരുക്കുന്നത് സിനിമാ നിർമ്മാതാവായ വ്യവസായി. ദിശാ പാർട്ടി അന്വേഷണം ഉന്നതരിലേക്ക്. 4 പേർ അറസ്റ്റ്. നേരത്തെ വിവാദമായ പല ലഹരിമരുന്ന് കേസുകളിലും ഹോട്ടൽ വ്യവസായി കൂടിയായ ഈ സിനിമാ നിർമ്മാതാവിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. എന്നാൽ തെളിവുകൾ ലഭിക്കുകയോ കേസിൽ ഇയാളെ ചോദ്യം ചെയ്യുകയോ ഉണ്ടായില്ല. കൊച്ചിയിൽ ബോട്ടിൽ സംഘടിപ്പിച്ച ലഹരിമരുന്ന് പാർട്ടിയെക്കുറിച്ചുള്ള അന്വേഷണം സിനിമാ നിർമ്മാതാവിലേക്ക്. ഹോട്ടൽ വ്യവസായിയായ ഇയാൾ മുൻപും ഇത്തരം പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിൽ പോലും ഇയാളുടെ പേരോ മുഖമോ ഇല്ല. കൊച്ചി പഞ്ചനക്ഷത്ര ഹോട്ടലിലെ DJ പാർട്ടിക്കിടെ ലഹരിമരുന്ന് കച്ചവടം നടത്തിയതിൽ 3 സംഘങ്ങൾക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. മുൻപ് പിടിയിലായ DJ കോക്കാച്ചിമിഥുനും സംഘവും DJ കോക്കാച്ചിമിഥുനിൽ നിന്നും മുന്തിയിനം ലഹരിമരുന്നായ ഹാഷിഷാണ് പോലീസ് പിടികൂടിയതെങ്കിൽ ഈ കോക്കാച്ചിമിഥുൻ എന്ന് പറയുന്ന വ്യക്തി സുനിലോജിയുടെ മാനേജറായിരുന്നു. മിഥുൻ ആദ്യമായി അഭിനയിച്ച 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രം നിർമ്മിച്ചതും ഇതേ നിർമ്മാതാവാണ്. പാണ്ടി പാർട്ടി എന്ന പേരിൽ ഇയാൾ മുമ്പ് മൂന്നാറിൽ ലഹരിമരുന്ന് പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖ അവതാരക അടക്കമുള്ളവർ പങ്കെടുത്തു. കേരളത്തൊരു വശത്ത് മയക്കുമരുന്നിനെതിരെയും അത് ഉപയോഗിക്കുന്നവർക്കെതിരെയും ശക്തമായ പ്രചാരണം നടക്കുമ്പോൾ മറ്റൊരു വശത്ത് സുനിലോജിയെ പോലുള്ള ആളുകൾ തന്റെ തറവാട് വീട്ടിലെ ലഹരി ഉപയോഗം പരസ്യമായിട്ട് പ്രചരിപ്പിക്കുമ്പോൾ നിയമത്തെ വെല്ലുവിളിക്കല്ലേ ചെയ്യുന്നത്. ഇത് ചോദ്യം ചെയ്യുന്നവരാണോ തെറ്റുകാരി? ചോദിക്കാനുള്ള ചോദിക്കാൻ ചെയ്യും. അപ്പൊ ഏത് അഡിയോസ് അമിഗോസ്. ഇതാണ് രഞ്ജിനി ഹരിദാസിനെതിരെ എന്റെ കാസറ്റിലെ ഹക്കീം ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയുന്ന സുനിലോജി ആരാണ് എന്താണെന്നുള്ളത് ഞാൻ ഇനി പ്രത്യേകം ആർക്കും പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ഈ ഒരു കാലയളവിൽ തന്നെ ആൾ അത്യാവശ്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആളെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. ഒരു കാലത്ത് കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു ഈ പറയുന്ന സുനിലോജി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നിലവിൽ ആള് റിട്ടയർമെന്റ് ലൈഫാണ് കേട്ടോ മുന്നോട്ട് നയിക്കുന്നത്. ആളുടെ ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ പെമ്പിള്ളാരുമായി ഡ്രിങ്ക്സ് അടിക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ആളിന് 65 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കളവൻ കുറച്ച് പെമ്പിള്ളാർ മൊത്തം ഡ്രിങ്ക്സ് അടിക്കുന്ന വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അത് എത്രത്തോളം ഹിറ്റ് ആവുന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെയാണ് പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറാനുള്ള കാരണവും. ഈ പറയുന്ന സുനിലോജിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഒരു ബാറുണ്ട്, ഓജീസ് കാന്താരി എന്നാണ് അതിന്റെ പേര്. അവിടെ വെച്ച് ഇടയ്ക്കിടെ പുള്ളിക്കാരൻ പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ട്. ആ പാർട്ടികളിൽ ഒരുപാട് പെൺകുട്ടികളും ഇടയ്ക്കിടെ സെലിബ്രിറ്റീസും ഒക്കെ പങ്കെടുക്കാറുണ്ട്. അവിടെ വെച്ച് പാർട്ടിക്കിടയിൽ ഒരുപാട് പെൺകുട്ടികളും മൊത്തമുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഹിറ്റ് ആകാറുമുണ്ട്. പക്ഷേ ഈ പാർട്ടിയുടെ മറവിൽ പല അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്ന ആരോപണം ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇയാൾ പെമ്പിള്ളാരുമായി ചില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം.
അല്ല ആരിത് നമ്മളെ ഷൈൻ ടോൺ ചാക്കോ ഇല്ലേ? ഇപ്പൊ വീണ്ടും ഈ പരിപാടി തുടങ്ങിയോ? എടുക്കൊന്നും നന്നായിനല്ലോ. അച്ഛൻ മരിച്ചതിന് ശേഷം വീണ്ടും അടി തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലെ? ഇയാളൊക്കെ നന്നായിന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എവിടല്ലേ നായിന്റെ വാല് 12 കാലം കോയിലിട്ടാലും അതേമാതിരി ഉണ്ടാവും പറഞ്ഞ മാതിരിയാണ് ഈ പറഞ്ഞ ഷൈൻ ടോൺ ചാക്കോന്റെ അവസ്ഥ. ഇനി ഈ ജന്മത്തിൽ ഇയാളെ നന്നാവുന്ന ലക്ഷണമില്ല. നല്ലൊരു നടനായിരുന്നു അല്ലെ? സിനിമയിൽ നല്ലൊരു ഭാവി ഇയാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് പറയാനാണ്, ലഹരി ഇയാളെ നശിപ്പിച്ചു എന്നുള്ളതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അതവിടെ നിൽക്കട്ടെ. നമുക്ക് തിരിച്ച് സുനിലോജിലേക്ക് തന്നെ വരാം. അപ്പൊ ഇതാണ് സുനിലോജിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. ഫുൾ പാർട്ടി വൈബാണ് മക്കളെ. പാർട്ടിയിൽ പെൺപിള്ളേരുമായി ഡ്രിങ്ക്സ് അടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, അതിന്റെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. എന്താലേ, ജീവിക്കുകയാണെങ്കിൽ ഇയാളെ പോലെയൊക്കെ ജീവിക്കണം എന്നാണ് ഇപ്പൊ പലരും പറയുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ ഈ നടത്തുന്ന പാർട്ടികളുടെ എല്ലാം മറവിൽ ലഹരി വിൽപ്പനയും പെണ്ണുപിടുത്തവും ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പൊ നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആ ആരോപണത്തിലേക്കാണ് ഇപ്പൊ രഞ്ജിനി ഹരിദാസിന്റെ പേരും കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. പുള്ളിക്കാരന്റെ ഈ പാർട്ടിക്ക് മറവിലുള്ള പെണ്ണ് പിടിക്കും ലഹരി ഉപയോഗത്തിനുമെല്ലാം രഞ്ജിനി ഹരിദാസ് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ള രീതി. എന്നിരുന്നാൽ ഇങ്ങനെ ഒരു സംഭവം വന്നതിന് പിന്നാലെ ഞാൻ ഇന്നലെ രാത്രി രഞ്ജിനി ഹരിദാസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ രഞ്ജിനി ഹരിദാസ് പണ്ട് തൊട്ടേ ഈ പാർട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. ഒരു പാർട്ടി വൈബ് പെണ്ണാണെന്ന് അർത്ഥം. അത് പുള്ളിക്കാരൻ തന്നെ മുമ്പ് പലയിടത്തും തുറന്നു പറഞ്ഞതാണ്. ഞാൻ വേണമെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഞാൻ സ്റ്റാഫിങ്ങിൽ വന്ന സമയമാണെങ്കിലും എൻ്റെ ഇംഗ്ലീഷ് ആണെങ്കിലും എൻ്റെ കെട്ടിപ്പിടുത്തമാണെങ്കിലും ഞാൻ ഡ്രസ് ചെയ്യുന്ന രീതി ആയാലും ഞാൻ പാർട്ടി ചെയ്യുന്നതായാലും ഞാൻ കുടിക്കുന്നതായാലും എന്തായാലും അതിനെ ഭയങ്കര നെഗറ്റീവ്ലി ആണ് ആ ഒരു സമയത്ത് ആൾക്കാർ എത്ര വർഷമായിട്ട്. ബിക്കോസ് ഞാൻ ഇത്ര ഒരു ഇംഗ്ലീഷ് ചൊവയോടെ വന്നുകൊണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ജോലി ഞാൻ മര്യാദയ്ക്ക് ചെയ്യും എന്നൊരു ഇത് മാത്രമേ എനിക്ക് കൺസിഡറേഷൻ മാത്രമേ എനിക്ക് പണ്ടും കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ചോയ്സസും ഒക്കെ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവും. ഇന്ന് ആൾക്കാർ കൂടുതലുമുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു എന്നെ ഇഷ്ടപ്പെടാൻ കാരണം അവർക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലായി. ബിക്കോസ് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കാശുണ്ടാക്കുമ്പോൾ, സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുമ്പോൾ, സ്വന്തമായിട്ട് വണ്ടി വാങ്ങിക്കുമ്പോൾ, സ്വന്തമായിട്ട് ലോകം കാണാൻ പോകുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഒരു ഫ്രീഡം ഉണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വാക്കിന് ഭയങ്കര പവറാണ്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. ഓക്കെ, ഇതാണ് രഞ്ജിനി ഹരിദാസിന്റെ നിലപാടെന്ന് പറയുന്നത്. പുള്ളിക്കാരൻ തന്നെ ഓപ്പൺ ആയി തുറന്നു പറഞ്ഞു കഴിഞ്ഞു അല്ലെ, ഞാൻ പാർട്ടികളിൽ പോകാറുണ്ട്, ഡ്രിങ്ക്സ് അടിക്കാറുണ്ട് എന്നൊക്കെ. രഞ്ജിനിയെ സംബന്ധിച്ചിടത്തോളം പാക്ക് 45 വയസ്സ് കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, എങ്ങനെ മൈൻഡ് സെറ്റ് ആയി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിക്കാത്ത തന്നെയാണ് നല്ലത്. എന്നാലല്ലേ പാർട്ടിയും എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പാറി പറന്ന് നടക്കാൻ പറ്റത്തുള്ളൂ. കുടുംബമാകുമ്പോൾ അതിനൊക്കെ ഒരു തടസ്സമാണ്. അപ്പൊ എന്തുകൊണ്ടും രഞ്ജിനിയെ പോലുള്ള ആള് കല്യാണം കഴിക്കാത്ത നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പൊ എനിവേ, ഇതാണ് രഞ്ജിനി ഹരിദാസിന്റെ നിലപാടെന്ന് പറയുന്നത്. ഇനി ഇതേ രഞ്ജിനി ഹരിദാസ് തന്നെ 10 വർഷങ്ങൾക്ക് മുമ്പേ കൊച്ചിയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. എന്താണത്? അവിടുത്തെ പല നിശാ പാർട്ടികൾക്കിടയിലും പോലീസ് റെയ്ഡ് നടത്തി ലഹരി കണ്ടെത്തിയ സംഭവം 10 വർഷം മുമ്പേ കൊച്ചിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊച്ചിയിൽ നിശാ പാർട്ടികൾ നിരോധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് രഞ്ജിനി ഹരിദാസ് ന്യൂസിലൊക്കെ വന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ രഞ്ജിനി ഹരിദാസിന്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടോക്കാം. ശ്രീമതി രഞ്ജിനി ഹരിദാസും ചേരുന്നു. ശ്രീമതി രഞ്ജിനി, ഈ നിശാ പാർട്ടികൾ തന്നെ നിരോധിക്കേണ്ടി വരുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നു. അത്രമേൽ ലഹരി ഉപയോഗമുണ്ടോ പാർട്ടികളിൽ? I really don't think so. It's really sad because ഈ ന്യൂസ് ഞാൻ ഇന്ന് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഞാൻ പറയേണ്ട കാര്യം, ഇങ്ങനെ പാർട്ടികളുടെ പേരിൽ ഡ്രഗ്സ് വിതരണം ചെയ്യുന്നത് തെറ്റാണ്, ഇല്ലീഗലാണ്. അതിനെ നിർത്താൻ വേണ്ടി റെയ്ഡ് നടത്തുന്നതും ആ അപ്രോച്ചും പോലീസിൻ്റെത് തീർച്ചയായിട്ടും നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യണം. അത് ഇനിയും തുടരണം. ബിക്കോസ് ഡ്രഗ് യൂസ് ഈസ് നോട്ട് happening, it's not cool. പക്ഷെ അതേസമയം ഇപ്പൊ മീഡിയയിൽ മൊത്തം കാണിക്കുന്നത് നിശാ പാർട്ടിയിലൂടെ ഡ്രഗ് വിതരണം, അതൊക്കെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത് എല്ലാ പാർട്ടിയിലും ഇത് തന്നെയാണ് ആൾക്കാരുടെ ജോലി, അവിടെ പോവാ ഡ്രഗ്സ് യൂസ് ചെയ്യുക. അല്ല, ഞാൻ കുറച്ചധികം പാർട്ടിയിൽ പോകുന്ന ഒരാളാണ്. കൊച്ചിയിലായാലും ബോംബെയിലായാലും വിദേശ രാജ്യങ്ങളിലായാലും അവിടെയൊക്കെ നമ്മൾ പോകുന്നത് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഒത്തുചേരാൻ, സംഘടിക്കാൻ, കുറച്ച് സംസാരിക്കാൻ, പാട്ട് കേൾക്കാൻ. ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ റിലാക്സ് ആവുകയാണ്. വി ആർ ഡാൻസിങ്, മേ ബി ഹാവിങ് എ കപ്പിൾ ഓഫ് ഡ്രിങ്ക്സ്. പക്ഷെ ആ ഒരു എൻവയൺമെന്റ് ഇനി അത് കേരളത്തിൽ അവർ ബാൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കൊച്ചിയിൽ അത് നിർത്തലാക്കാൻ പോവുകയാണ് എന്ന് ആലോചിക്കാണെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു വിഷമമുണ്ട്. ബിക്കോസ് അങ്ങനത്തെ ഒരു വേദിയിൽ മാത്രമല്ലല്ലോ ഈ ഡ്രഗ്സ് ലഭിക്കുക. പാർട്ടിയുടെ പേരിൽ ഡ്രഗ്സ് വിതരണം ചെയ്യുന്നതാണ് അവിടെ തെറ്റ്. അങ്ങനെ 1-2 മോശമായ ആൾക്കാർ അല്ലെങ്കിൽ കൂട്ടായ്മയുള്ള ചില ആൾക്കാർ അത് ചെയ്യുമ്പോൾ ഈ മൊത്തം പാർട്ടിയെ നമ്മൾ ചീത്തയാണെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. നല്ലതും ചീത്തയും എല്ലാത്തിലും അതിൽ ചീത്ത കണ്ടുപിടിച്ച് അതിനെ മാറ്റി വെക്കണം. അതാണ് നമ്മുടെ പോലീസ് റെയ്ഡിലൂടെ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. നല്ലൊരു തുടക്കമാണ്, അത് മുന്നോട്ട് പോകണം. പക്ഷെ അതിൽ നല്ലത് നടക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകണം. അതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എല്ലായിടത്തും അങ്ങനെ നല്ലതും മോശമുണ്ടല്ലോ. അപ്പം ഒരുപാട് പാർട്ടികളിൽ പങ്കെടുക്കുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. ഈ പാർട്ടികളിലൊക്കെ രഞ്ജിനി പോകുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ സംഗീതം ആസ്വദിക്കാനോ കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കാനോ ഒക്കെ ആയിരിക്കും. പക്ഷെ അവിടെ കഞ്ചാവും ബ്രൗൺ ഷുഗറും മറ്റ് ലഹരി വസ്തുക്കളും വിതരണം ചെയ്യുന്നുണ്ടെന്നോ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ടെന്നോ ഒക്കെ അറിഞ്ഞിരുന്നോ?
ഇല്ല, എനിക്ക് ഞാൻ കഴിഞ്ഞ ഒരു ഫ്യൂ മന്ത്സ് ആയിട്ട് ഇപ്പൊ ചില പാർട്ടീസിന്റെ ചില സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകാറില്ല. ബിക്കോസ് അവിടെ പോകാൻ ഞാൻ കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. ഓക്കെ, ഇതായിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പല നിശാ പാർട്ടികളിൽ നിന്നും ലഹരി മരുന്ന് കണ്ടുപിടിച്ചത് കാരണം കേരളത്തിലെ നിശാ പാർട്ടികളെ നിരോധിച്ച അവസ്ഥ വന്നപ്പോൾ രഞ്ജിനി ഹരിദാസിന്റെ പ്രതികരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഡ്രസ്സ് പിടിച്ചെടുത്തോളൂ, അതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ ഒരു തരത്തിലും നിശാ പാർട്ടികൾ ഇവിടെ നിരോധിക്കേണ്ട ആവശ്യമില്ല എന്ന് അന്നേ നിലപാടെടുത്ത ആളാണ് ഈ പറയുന്ന രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നിശാ പാർട്ടികൾക്കൊക്കെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ എപ്പോഴും പോയി പാർട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം OG സുനിലിനെ പോലുള്ള ഒരാളുമായി ഒരു കണക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനുണ്ടോ? ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ OG സുനിൽ എന്ന് പറയുന്ന ആളാരാണ്? ഇവിടെ പാർട്ടികൾ കണ്ടക്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളുമായി സ്ഥിരമായി പാർട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന രഞ്ജിനി ഹരിദാസിനെ പോലുള്ള ഒരു സെലിബ്രിറ്റിക്ക് കണക്ഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ OG സുനിൽ കണ്ടക്ട് ചെയ്യുന്ന പാർട്ടികൾക്കെല്ലാം മറവിൽ ഈ OG സുനിൽ തന്നെ ഡ്രഗ്സും മറ്റും സപ്ലൈ ചെയ്യുകയും പെമ്പിള്ളേരുമായി സെക്സ് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പൊ നിലവിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണം ആദ്യമായി ഉന്നയിച്ചിട്ടുള്ളത് കേരളത്തിലെ സെലിബ്രേറ്റഡ് ഗുണ്ടായിട്ടുള്ള മരട് അനീഷാണ്. നമുക്ക് എന്തായാലും ഈ പറഞ്ഞ മരട് അനീഷ് OG സുനിലിനെ കുറിച്ച് സംസാരിക്കുന്ന ഭാഗം ഒന്ന് കണ്ടോക്കാം. കേരളത്തിൽ വല്ലാതെ ഡ്രഗ് വരുന്നു. കേരളത്തിലല്ലേ? കേരളം ഇപ്പൊ ഹബ്ബ്. ഇന്ത്യയിലെ കേരളമാണോ ഹബ്ബ്? പഞ്ചാബ് ആയിരുന്നു. പഞ്ചാബ് ഇപ്പൊ ഇതായില്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ സാധനം സെയിൽ ചെയ്യണേ ഇവിടുത്തെ ആൾക്കാർക്കല്ലേ മൊത്തം ഇത്. ഇവിടെ കുറെ ആൾക്കാർ ഈ സാധനം അടിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കണേന്. അവർക്ക് സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോം മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതിന് പിന്നിൽ ഏതെങ്കിലും ഒരു പ്രധാന പർട്ടിക്കുലർ ഗാങ് ഉണ്ടോ ഇങ്ങനെ ഇത് കേരളത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിൽ? കേരളത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന അതായത് ഏരിയയിലുള്ള പല ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. അത് പല രീതിയിലുള്ള ഇപ്പൊ ഗുണ്ടകൾ തന്നെ ആണോന്നില്ല. ഗുണ്ടകൾക്ക് സപ്പോർട്ട് ചെയ്തതിന്റെ പുറകെ ഒരുപാട് ആൾക്കാരുണ്ടാവുമായിരിക്കും. എറണാകുളം സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗുണ്ടകളുടെ കയ്യിലാണ് ഈ സാധനം ഇരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാവരും രാഷ്ട്രീയക്കാരാൽ കൺട്രോൾഡ് ആണ്. ഇപ്പൊ ഇവിടെ OG കാന്താരി എന്ന് പറഞ്ഞൊരു ബാർ കണ്ടിട്ടുണ്ട. അതിന്റെ ഓണർ OG സുനിൽ എന്ന് പറഞ്ഞിട്ട് റീലിലൊക്കെ ഭയങ്കര പബ്ലിക്കായിട്ട് ഭയങ്കര താരമാണ്. അവൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഡീലറും ഇവിടുത്തെ റോയൽ പിമ്പാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ആരെങ്കിലും അവന്റെ പറയൂ? പോലീസുകാർ അവന്റെ ഷോപ്പിൽ കയറുന്നില്ല, അവന്റെ ബാറിൽ കയറുന്നില്ല, അവിടെ എന്താ വിൽപ്പനയില്ലേ? അപ്പൊ അവന്റെ തറവാടെന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട് പനങ്ങാട്. അവിടെ ആഫ്റ്റർ പാർട്ടി നടത്തുമ്പോ എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൊ ഈ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാറിയാണ് അവൻ, OG സുനിൽ. അപ്പോ അവൻ ഇപ്പോഴും ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കണല്ലേ? അവന് ഇവിടെ പെമ്പിള്ളേരെ പിടിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ പെമ്പിള്ളേർക്ക് എന്തിനാണ് കൂടെ വന്നെ? എന്താ ഇവിടെ വേറെ ആൾക്കാരില്ലേ? നിങ്ങളിവിടെ വന്നില്ല പെമ്പിള്ളേര്? നിങ്ങൾ പബ്ബി പോണല്ലേ? ഞാൻ പബ്ബി പോണ ആളാണല്ലോ. ഇവിടെ പബ്ബി പോണ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെ കൂടെ 5-6 പെമ്പിള്ളേരുണ്ടാവും. എന്തുകൊണ്ട് 5-6 പെമ്പിള്ളേർ? ഈ പ്രായമുള്ള കിളവന്റെ കൂടെ 5-6 പെമ്പിള്ളേർ പോണ എന്തിനാ? പൈസ, ഡ്രഗ് അല്ലേ? അവൻ ഇവിടെ പലരും കൂട്ടി കൊടുത്ത് അവൻ ബിസിനസ് ചെയ്യും, അതിലൊരു വീതം ഇരിക്കും കൊടുക്കും, അത്ര തന്നെ. അപ്പോ അതുപോലും ഇവിടെ ഉള്ള പോലീസുകാർക്ക് നിയന്ത്രിക്കാനോ അവരെ വിളിപ്പിക്കാനോ പിടിക്കാനും കഴിവില്ലെങ്കിൽ ഇവിടെയുള്ള ബാക്കി അതിന് മേലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാണ്ട്. ഇതാണ് OG സുനിലിനെ കുറിച്ച് മരട് അനീഷ് ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്. പാർട്ടിയുടെ മറവിൽ ഇയാൾ പെണ്ണ് പിടുത്തവും ഡ്രഗ്സ് വിൽപ്പനയും നടത്തുന്നുണ്ട് എന്നുള്ള രീതി. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? പലയിടത്തും പലരും ഇത് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി ഈ പറയുന്ന വിവാദങ്ങൾക്കെല്ലാം ഇടയിൽ ഈ പറയുന്ന രഞ്ജിനി ഹരിദാസും OG സുനിലും കൂടി 2 ദിവസം മുമ്പ് ഒരു പോഡ്കാസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇവർ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടുനോക്കാം. He's the quintessential bad guy. OG. ഇവളിങ്ങനെയൊക്കെ പറയും. കുറെ കൊല്ലമായിട്ടുള്ള എന്ന് വെച്ചാൽ മൈ സിസ്റ്റർ ബോൺ ഇൻ അനദർ mother, sister from another mother. സത്യം. അതാണ് ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞത്. കേട്ടില്ലേ? സിസ്റ്റർ ഫ്രം അനദർ മദർ എന്നുള്ളത്. അതായത് മറ്റൊരു അമ്മയിലുണ്ടായ സഹോദരി. അതാണ് OG സുനിലിനെ സംബന്ധിച്ചിടത്തോളം രഞ്ജിനി ഹരിദാസിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ വാചകത്തിൽ നിന്ന് തന്നെ ഇവര് തമ്മിലുള്ള ബോണ്ട് എന്താണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ബാക്കി കൂടെ നോക്കാം. പക്ഷേ can I please say something? ഞാൻ 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഐ എം ഗ്രോയിങ് അപ്പ്. ഓക്കെ, സോ വളർന്നു വരുന്ന സമയത്ത് ആഫ്റ്റർ സ്കൂൾ യു സ്ലോലി ഗെറ്റ് ഔട്ട് ഇൻ ടു ദ റിയൽ വേൾഡ്. അപ്പം എൻ്റെ അടുത്ത് ഈ ജനറൽ ആൾക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. യു ക്യാൻ ഹാങ് ഔട്ട് വിത്ത് എനിവൺ ഇസ് ഓക്കെ, ബട്ട് ബി വെരി കെയർഫുൾ അബൌട്ട് ദിസ് ഗായ് കോൾഡ് OG സുനിൽ. അന്ന് അത് കേട്ടപ്പം എനിക്കൊരു താല്പര്യം ഉണ്ടായി. ഇയാൾക്ക് എന്താ കൊമ്പുണ്ടോ വാലുണ്ടോ? And then I met him, I think very close to that time, when I was maybe 18, 19, 20. I don't know when I met you. Do you remember how we met? I don't remember. I don't remember. I have no recollection, but all I know is from the day we met, we've been close.
We've been very, 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 like he said, sister from another mother is a brother. I call him OG Ups. It's short form for OG Appin. I have never understood why you're such a bad guy, OG Cyril. Tell the world. Why people... സുപ്രസിദ്ധിയുണ്ട് നീ മനസ്സിലാക്കണം. അപ്പൊ ഈ രഞ്ജിനി ഹരിദാസ് 18 വയസ്സായപ്പോ തൊട്ട് ഈ പറഞ്ഞ സുനിലോജിയെ പരിചയപ്പെട്ടതാണ്. അന്ന് തൊട്ട് ഒരു അപ്പന്റെ സ്ഥാനത്താണ് രഞ്ജിനി ഹരിദാസ് ഈ പറഞ്ഞ സുനിലോജിയെ കണ്ടത്. ഇപ്പൊ 40-45 വയസ്സായി രഞ്ജിനി ഹരിദാസിനെ അല്ലേ. ഇപ്പോഴും ആ ബന്ധം തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇവര് തമ്മിൽ ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണുള്ളത്. ഇപ്പൊ സുനിലോജിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്ന സമയത്ത് സുനിലോജിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് പോലും രഞ്ജിനി ഹരിദാസ് സംഘടിപ്പിച്ചത്. അപ്പൊ അത്രയും പബ്ലിക്കായി സുനിലോജിക്ക് പിന്തുണ നൽകുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രഞ്ജിനി ഹരിദാസ്. പിന്തുണയൊക്കെ നല്ല കാര്യം, അപ്പനെ പോലെ കാണുന്ന ഒരാൾക്ക് പിന്തുണയൊക്കെ നൽകുന്നത് നല്ലത് തന്നെ. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഈ പറയുന്ന OG സുനിൽ നടത്തുന്നു എന്ന് പറയുന്ന ഡ്രഗ് ഡീലിംഗിലും അതുപോലെ തന്നെ പെണ്ണുപിടിയിലുമെല്ലാം രഞ്ജിനി ഹരിദാസിന് സപ്പോർട്ട് ഉണ്ടോ? അതാണ് എന്റെ ചോദ്യം. അതിപ്പോ രഞ്ജിനി ഹരിദാസ് ആയിട്ട് ഞാൻ എവിടെയും വന്ന് പറയാൻ പോണില്ല. ഇതിന് പിന്നിൽ ഒരു അന്വേഷണം വരാൻ പോണില്ല. പിന്നെന്താ, നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാനൊരു ടോപ്പിക് അത്രേ ഉള്ളൂ. സുപ്രസിദ്ധിയുണ്ട് നീ മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. നമ്മൾ ഈ സൂന് വരെ കൂവായി പോയി. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു തരുമോ? ചിലർക്ക് അങ്ങനെയാണ്. ചിലർക്ക് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൂടെ വരും. അതെ, അല്ലാണ്ട് നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അത് നമുക്ക് അങ്ങനെ ലേബിൽ വീഴും. പിന്നെ ആ ലേബിൾ പണ്ടത്തെ പോലീസ് കമ്മീഷണറുടെ അടുത്ത് പറയും, എന്റെ ഓജി താൻ ഇനി അത് നന്നാക്കാൻ നോക്കണ്ട, അങ്ങനെ തന്നെ കൂടെ പൊക്കോട്ടെ. അപ്പൊ ഞാനും വിചാരിക്കും എന്തിനാ വെറുതെ, പിന്നെ നമുക്ക് ആരും ബോധിപ്പിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ ലൈഫ് അല്ല. But have you really, I mean, we'll be honest, you're a 60+ man today. Okay, you have, from the day I've met you, not changed one bit. എനിക്ക് okay, പക്ഷേ somehow for all the people that don't know you, the image that we see of an OG Sunil, നമ്മൾ പറയുന്നത് റോളിംഗ് സ്റ്റോൺസ് 18 till I die, അതൊന്ന്. രണ്ട്, നമ്മുടെ I hang out with, always hang out with the Gen Z kids, or എന്റെ ഏജിന് താഴെയുള്ള ആൾക്കാരായിട്ടാണ് ഞാൻ ഹാങ് ഔട്ട് ചെയ്യുന്നത്. അവരുടെ എന്താ പറയണേ, കൊച്ചു കൊച്ചു കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ I don't talk business with them at all. That is what we see. Yeah, we only see the OG that parties. We only see the exactly, OG but they don't know that who's in Colombia, who's in Mexico, who's in Peru, who's all over the world having a great ball of a time. But nobody thinks of the OG who actually works really hard. Okay, അതാണ് 10-65 വയസ്സായിട്ടും ഇയാൾ പെമ്പിള്ളാരായിട്ട് ആർമാദിച്ച് നടക്കാണ് അല്ലേ. പിന്നെ ഇയാളുടെ പെണ്ണുപിടിയെ കുറിച്ച് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇയാളുടെ കയ്യിൽ പണമുണ്ട്, പിന്നെ ഡ്രഗ്സ് ഉണ്ട് എന്ന് പറയപ്പെടുന്നുമുണ്ട്. ഒരു പെണ്ണിനെ അട്രാക്ട് ചെയ്യാൻ ഇത് തന്നെ ധാരാളല്ലേ. സ്വാഭാവികമായിട്ടും ഇയാൾ വിളിക്കുന്നിടത്തേക്ക് പല പെമ്പിള്ളായിട്ടും ചെല്ലും. അവർ ഇയാൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുകയും ചെയ്യും. കാരണം ഇയാളുടെ കയ്യിൽ എന്തുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ 2 സംഗതികളുണ്ട്. അതെന്നാണ് ഇയാളുടെ വിജയം എന്ന് പറയുന്നത്. അതിന് നമുക്കിനി എന്തൊക്കെ പറഞ്ഞിട്ടാലും തടയാനൊന്നും പറ്റത്തില്ല. എന്തായാലും കൊള്ളാം, കിളവനാണെങ്കിൽ എന്താ അങ്ങ് ആർമാദിച്ച് നടക്കല്ലേ. ഇനി നമുക്ക് ബാക്ക് ടു രഞ്ജിനി ഹരിദാസ് OG സുനിൽ ബോണ്ടിലേക്ക് വരാം. ഇപ്പൊ നേരത്തെ രഞ്ജിനി ഹരിദാസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, 18 വയസ്സ് തൊട്ട് ഈ പറഞ്ഞ OG സുനിലിനെ പരിചയപ്പെട്ടതാണ് ഈ പറഞ്ഞ രഞ്ജിനി ഹരിദാസ്. അതിനുശേഷം രഞ്ജിനി ഹരിദാസിന് പല നിർണായക സാഹചര്യങ്ങളിലും OG സുനിൽ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തിന് ഈ പറഞ്ഞ രഞ്ജിനി ഹരിദാസ് ലവ് ബ്രേക്കപ്പ് ആയ സമയത്ത് ബ്രേക്കപ്പ് പാർട്ടി വരെ സംഘടിപ്പിച്ച ആളാണ് ഈ പറയുന്ന OG സുനിൽ. അതിനെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നു കേട്ടോക്കാം. വഞ്ചന, ചതി is, I'm telling you, like ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ കൊലപാതകം തെറ്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര എണ്ണത്തിന് ഒരു ഡൗട്ടും ഇല്ല. ഐ എം കേപ്പബിൾ ഓഫ് ഇറ്റ്. ഐ തിങ്ക് ഓൾ ഹ്യൂമൻസ് ആർ. നമ്മൾ ഒരു സിസ്റ്റത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് മനുഷ്യർ. ഐ വിൽ ഡു ദാറ്റ് എനി ടൈം, a million times without a doubt. I was that hurt and ആ ദേഷ്യത്തിൽ ഞാൻ I was like, I want to kill him. Can we do this? Can we ഇത് ചെയ്യാം? എത്ര ഓപ്ഷൻസ് ആയിരുന്നു, എല്ലാം എന്നിട്ട് അവസാനം ഞാൻ പറയും no, നമുക്ക് ഇന്ന മതി, ഇത് മതി. എന്നിട്ട് അവസാനം we decided, okay, let's do a breakup party. I remember this. എന്നിട്ട് we did it at your infamous OG's തറവാട്, പനങ്കാടുള്ള OGയുടെ തറവാട്ടില്. ഞങ്ങൾ വലിയൊരു ഹാർട്ട് ഉണ്ടാക്കി, വലിയ വാള് മുറിച്ചു, ആ ദേഷ്യം മുഴുവൻ വെട്ടി. മറ്റേ ശോഭന in that film, no, what she does to that മൃതദേഹം അല്ല ദേഹം, അതുപോലെ ഞാൻ ആ പിന്നാട്ട വെട്ടി എന്റെ ദേഷ്യം തീർത്ത് പാർട്ടി ചെയ്ത് എൻജോയ് ചെയ്ത് ഞാൻ അത് മനസ്സിൽ നിന്ന്. അതാണ് ഇവിടെ രഞ്ജിനി ഹരിദാസിന് ഒരു ബ്രേക്കപ്പ് വന്ന സമയത്ത് അവിടെ വരെ ഇയാൾ ബ്രേക്കപ്പ് പാർട്ടി വെച്ച് അത് എൻജോയ് ചെയ്തെങ്കിൽ ഇവര് തമ്മിലുള്ള ബോണ്ട് എന്താണെന്നുള്ളത് ഇനി ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇത്രയും ക്ലിപ്പുകൾ കാണിച്ചതിൽ നിന്ന് തന്നെ ഈ രഞ്ജിനി ഹരിദാസും OG സുനിലും തമ്മിലുള്ള ബോണ്ട് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ OG സുനിൽ തന്നെ ഈ പോഡ്കാസ്റ്റിൽ വെച്ച് അറിയാതെ ചില സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഒന്നാമതായി ഇയാൾ നല്ലോണം ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലോകത്ത് പലയിടത്തും ഇയാൾ സഞ്ചരിക്കാറുണ്ട്. അപ്പൊ ഈ ലോകത്ത് പലയിടത്തും സഞ്ചരിക്കുന്നതിന്റെ എക്സ്പീരിയൻസ് ഇയാൾ ഷെയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഇയാൾ വായിൽ നിന്ന് അറിയാതെ വീണ് പോകുന്നുണ്ട്. നിങ്ങളാവുന്ന കേട്ടോ. The thing is, if you want to experience girls, you have to go to Brazil. Experience girls? Like, I don't want to experience girls.
But can. Why not? I'm not interested, but I'm sure for people who want to can. Experienced girls, how? Like, Colombian see girls- good, amazing looking Colombian women. girls will take care of you. Okay. ഭയങ്കര love, Family, ഭയങ്കര family. love. Yeah. But ബ്രസീലിയൻ ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. Sure. അതൊരു ഹിമാലയത്തിൽ കയറുന്ന ഒരു ഫീലാണ്. It's a Oji. It's so sad that I don't edit this show. I'll be counted as a misogynist in this show. ആഹാ കേട്ടല്ലോ, ബ്രസീലിലെ ഗേൾസ് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് മക്കളെ, ഹിമാലയത്തിൽ കയറുന്ന ഫീലിംഗ് ആണെന്നൊക്കെ. അത് എന്തുദ്ദേശിച്ചാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ബ്രസീലിലെ ഗേൾസ് ആയിട്ട് സെക്സ് ചെയ്യണം, അത് വല്ലാത്തൊരു ഫീൽ ആണെന്നുള്ളതാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ലോകത്ത് എവിടെ പോയാലും ഇയാൾ പെണ്ണ് പിടിക്കാറുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. അപ്പൊ ഇയാളൊരു പെണ്ണ് പിടിയനാണെന്നുള്ളത് ഇയാൾ എന്നെ പറയാതെ അങ്ങ് പറഞ്ഞു വെച്ചു. കഴിഞ്ഞില്ല, ഇനി ഈ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു ഭാഗത്ത് ഇയാൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇയാളുടെ തറവാട്ടിൽ ഇയാളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് കൂടാറുണ്ട്. ആ സമയത്ത് ഇയാൾ ഫ്രണ്ട്സിനോട് പല കഥകളും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിന് എക്സ്പീരിയൻസ് ഇയാൾ ഷെയർ ചെയ്യുന്നൊന്ന് കണ്ടുനോക്കാം. പണ്ട് എന്റെ വീട്ടിലാണ് എല്ലാരും കൂടുക. അപ്പം എല്ലാവരും ഇരിക്കുമ്പം she used to tell me, she used to ask me, hey Ojat, ഒരു സ്റ്റോറി പറ. അപ്പം ഞാൻ ചോദിക്കും ഏതാ വേണ്ടേ, സെക്സ് ഡ്രഗ്സ് ആൻഡ് റോക്ക് ആൻഡ് റോൾ. That's all we talk about. വാവ്, സെക്സ്, ഡ്രഗ്സ് ആൻഡ് റോക്ക് ആൻഡ് റോൾ. ഈ 3 കാര്യങ്ങൾ ഇയാൾ നല്ലോണം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് സെക്സ്, ഡ്രഗ്സ് ആൻഡ് റോക്ക് ആൻഡ് റോൾ? സെക്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഡ്രഗ്സിന്റെ കാര്യം അത് ഇയാൾ നല്ലോണം യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഇയാളുടെ വായിൽ നിന്ന് തന്നെ വന്നല്ലോ. ഇനി ബാക്കി കേട്ടോക്കാം. അതെ, സെക്സ്, ഡ്രഗ്സ് ആൻഡ് റോക്ക് ആൻഡ് റോൾ. ഏതാ ഏത് വേണമെന്ന് കുറെ കേട്ടിട്ടുണ്ട്. ഐ എം എ കുമ്പാരം ഓഫ് കഥാസ്. അതാണ് full of experience. ഈ എക്സ്പീരിയൻസ് കൊണ്ടിട്ട് what are you feeling today, Ojabs? You're still gunning for more. നോക്കുള്ള പീനട്ടും ചോക്ലേറ്റും ഒക്കെ ഇരുന്ന് തിന്നുന്നത് പിന്നെ എങ്ങനെ വയസ്സ്? Full dark chocolate. Finished. Tell us an interesting story from sex, drugs, or rock and roll. Talking about this. Listen, man, I saw this really cool video about somebody talking about how you're pimping and how ellarum what I don't know who that is. I was just looking up on OG Sunil's infamous stories online. Okay, ഒന്ന് ഇപ്പൊ ഏതോ റീസെന്റ് ഒരു ഇന്റർവ്യൂല് കുറെ കാര്യങ്ങള്. പക്ഷെ എനിക്ക് ഏറ്റവും ഞാൻ ഇന്നാണ് റീസെന്റ് ആണ് ആ വീഡിയോ കണ്ടത്. That's when I told you, dude, somebody is like talked about OG Sunil being എന്തായിരുന്നു പറഞ്ഞാള് എന്താ റോയൽ പിമ്പ് റോയൽ പിമ്പ് അല്ല, പക്ഷെ ദാറ്റ് ഈസ് എന്താ റോയൽ പിമ്പ് എന്ന് ഇയാളെ വിളിച്ചത് ആരാണെന്ന് മനസ്സിലായല്ലോ. മരട് അനീഷാണ്. ആ പുള്ളിക്കാരൻ വിളിക്കുന്ന വീഡിയോ തൊട്ടുമ്പോ നമ്മൾ പ്ലേ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു കിടപ്പ് വശം എന്ന് പറയുന്നത്. ഇവിടെ രഞ്ജിനി ഹരിദാസ് സുനിലോജിനെ അപ്പനെ പോലാണ് കൊണ്ടു നടക്കുന്നത്. അത് ഇവരുടെ പോഡ്കാസ്റ്റിലൂടെ തന്നെ ഇവർ തുറന്നു പറഞ്ഞതുമാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ സുനിലോജിക്കാണെങ്കിലോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പരിപാടിയും പെണ്ണുപിടിയും ഉണ്ട്. അത് സുനിലോജിയും തുറന്ന് സംബന്ധിച്ച കാര്യമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇയാളുടെ പെണ്ണുപിടിയിലും ഈ ഡ്രഗ്സിന്റെ സംഭവത്തിലും എല്ലാം രഞ്ജിനി ഹരിദാസിന് പിന്തുണയുണ്ടോ? അതാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.